ഈ പുതിയ വർഷം ഒന്ന് തുടങ്ങാൻ വേണ്ടി കാത്തു നിൽക്കാതെ തോന്നുന്നത് ഈ ട്രംപും അമേരിക്ക ഇത്രയും കാലം. കാരണം ഓരോ ദിവസം കഴിയുമ്പോഴും ബിഗ് ബ്രേക്കിംഗ് ന്യൂസുകളും ഈ വാർ എസ്കലേഷനാണ്. ഇത് എസ്കലേറ്റ് ചെയ്ത് എവിടേക്കാണ് പോകുന്നത് ഒരു പിടിയില്ല. ആദ്യമൊക്കെ പ്രോക്സി വാറുകളൊക്കെ ആയിരുന്നു, നമ്മുടെ വെനിസ്വേലയിലൊക്കെ ട്രംപ് ചെയ്ത പോലത്തെ കാര്യങ്ങൾ. ഇപ്പോൾ അതുമല്ല, ഇപ്പോൾ ഡയറക്റ്റ് ഇനി റഷ്യ ആയിട്ടൊക്കെ മുട്ടാൻ നിൽക്കുന്ന ഒരു അവസ്ഥയിലൊക്കെയാണ് പുതിയ വാർത്തകളൊക്കെ വരുന്നത്. ബേസിക്കലി ഈ ആൻറ്റി അമേരിക്കൻ ആയിട്ടുള്ള രാജ്യങ്ങളുണ്ടല്ലോ, വൻ ശക്തികൾ, ബ്രിക്സ് കൺട്രീസിലെ വൻ ശക്തികളായിട്ടുള്ള റഷ്യയും ചൈനയൊക്കെ ഉണ്ടല്ലോ, ഇവരെയൊക്കെ നമ്പിയിരുന്ന ഉമ്പി എന്നുള്ളൊരു അവസ്ഥയിലാക്കുകയാണ് ഇപ്പോൾ ബേസിക്കലി അമേരിക്കയും നമ്മുടെ ട്രംപ് ആശാനും ചെയ്യുന്നത്. അത് നല്ല വൃത്തിക്ക് ചെയ്യുന്നുണ്ട്, അതിൻ്റെയൊക്കെ ഒരു വർക്ക് ആവുന്നുണ്ട്, അവരുടെ പ്ലാന് കൃത്യമായിട്ട് വർക്ക് ആവുന്നുണ്ട്. റഷ്യൻ മീഡിയ ആണ് ഇത് ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത്. അതായത് ഗോസ്റ്റ് ഫ്ലീറ്റുകൾ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഓയിൽ ടാങ്കേഴ്സ് ഉണ്ട്, വെനിസ്വേലയിൽ നിന്ന് റഷ്യയിലേക്കും ഇറാനിലേക്കൊക്കെ ഓയിൽ കൊണ്ടുപോകുന്നത്. അതിലെ റഷ്യൻ ഫ്ലാഗ്ഡ് ആയിട്ടുള്ള ഒരു ഓയിൽ ടാങ്കറിനെ അമേരിക്കൻ കോസ്റ്റ് ഗാർഡ് വന്ന് പിടിച്ചു കൊണ്ടുപോയി എന്നാണ് വാർത്ത. അപ്പോൾ ഇത് ആദ്യം റഷ്യൻകാർ പറഞ്ഞു, പിന്നെ അമേരിക്കക്കാർ ഇത് ബാക്കിൽ കൺഫേമും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും അറിയാലോ, US സാങ്ഷൻസ് ഉള്ള കാരണം നോർമൽ ഓയിൽ ടാങ്കേഴ്സിലൊന്നും ഈ വെനിസ്വേലയിൽ നിന്ന് ക്രൂഡ് ഓയിൽ കൊണ്ടുപോകാൻ പറ്റില്ല. അതിന് സ്പെഷ്യൽ, ആക്ച്വലി പറയുകയാണെങ്കിൽ ഒളിച്ചും പാത്തിട്ടും സ്മഗിൾ ചെയ്യുന്ന പോലത്തെ ഒരു പരിപാടിയാണ് ഗോസ്റ്റ് ഫ്ലീറ്റുകൾ എന്നറിയപ്പെടുന്ന ഈ ഓയിൽ ടാങ്കേഴ്സ്. അപ്പോൾ ഈ ഓയിൽ ടാങ്കേഴ്സ് അതിൻ്റെ റൂട്ടാണ് മാരിനേറ എന്ന് പറഞ്ഞിട്ട് പേരുള്ള ഒരു ഓയിൽ ടാങ്കർ ഇറാനിൽ നിന്ന് വരുന്നു, നേരെ വരുന്നു കരീബിയനിലേക്ക് വരുന്നു, വെനിസ്വേലയിൽ നിന്ന് സാധനമൊക്കെ നിറച്ച് ആർട്ടിക് വഴി റഷ്യയിലേക്ക് പോവാണ്. പോകുന്ന വഴിക്കാണ് ഈ ബേസിക്കലി സംഭവം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അമേരിക്കക്കാർ മുഴുവൻ അവിടെ ഈ ഫ്ലീറ്റുകൾ നിരത്തി വെച്ചിട്ടുണ്ട്, നേവി. അതിന്ന് കണ്ണ് വെട്ടിച്ച് പോയ ഒരു സംഭവമാണ് മാരിനേറ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഓയിൽ ടാങ്കർ. അവർ പേരൊക്കെ മാറ്റിയിട്ടുണ്ട്, ഓൺ ദി വേ ബെല്ല 1 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേര് വരെ അവർ കൊടുത്തിട്ടുണ്ട്. അപ്പം അങ്ങനെ റഷ്യയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു പേര് മാറ്റിയ ബെല്ല 1 എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഓയിൽ ടാങ്കറിനെയാണ് ഇവർ ആദ്യം US കോസ്റ്റ് ഗാർഡ് ആദ്യം ചേസ് ചെയ്ത് പിടിക്കുകയാണ്. കരീബിയൻ നിന്ന് ആർട്ടിക് വരെ, അയർലൻഡിൻ്റെ അടുത്ത് വെച്ചിട്ടാണ് ആ ഷിപ്പിനെ അറ്റാക്ക് ചെയ്ത് അവർ പിടിക്കുന്നത്. അതുവരെ അവർ ചേസ് ചെയ്ത് പോയി പിടിച്ചു എന്നാണ് ഇപ്പോൾ പുതിയ വാർത്തകൾ വരുന്നത്. ഇതാണ് ആദ്യം വന്ന വാർത്ത. ഇനി അടുത്തൊരു കപ്പലിനെയും കൂടി പിടിച്ചിട്ടുണ്ട്. സോഫിയ എന്നറിയപ്പെടുന്ന വേറൊരു ഓയിൽ ടാങ്കറിനെ, റഷ്യൻ ഫ്ലീറ്റിൽപ്പെട്ട വേറൊരു ഓയിൽ ടാങ്കറിനെ കരീബിയനിൽ വെച്ചിട്ട് തന്നെ പിടിക്കുന്നു. നമുക്കിവിടെ കാണാൻ പറ്റും ഈ മാരിനേറ എന്ന് പറഞ്ഞിട്ട് ആദ്യത്തെ ഓയിൽ ടാങ്കർ എന്നല്ലേ രക്ഷപ്പെട്ട് പോയത്, അത് പേര് മാറ്റി ബെല്ല 1 ആക്കി ആ ഒരു ഓയിൽ ടാങ്കറിൽ ഇതാ അതിൻ്റെ റൂട്ട് പെട്ടെന്ന് മാറിയത് നമുക്ക് കാണാൻ പറ്റും. റഷ്യയിലേക്കായിരുന്നു പോയത്, ഇവർ പിടിച്ചെടുത്തതിന് ശേഷം നേരെ സൗത്തിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി എന്തൊക്കെ കാണാൻ കിടക്കുന്നു, ഇതിനെ റിറ്റാലിയേറ്റ് ചെയ്യുമോ റഷ്യക്കാർ, അതോ ഈ വെനിസ്വേലയിലൊക്കെ ചെയ്ത പോലെ മിണ്ടാതെ വായ്മൂടി ഇരിക്കുമോ എന്ന് നോക്കേണ്ടി വരും. അതിന് വരും ദിവസങ്ങളിൽ നമുക്ക് കാണാൻ പറ്റുമായിരിക്കും.